ഉമാ തോമസ് MLA നാളെ ആശുപത്രി വിടും എന്നുള്ളതാണ്. കലൂരിൽ നൃത്തപരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉമാ തോമസ്. റിയ ബേബി നമ്മളോടൊപ്പം ചേരുകയാണ്. റിയ, ആ ദിവസം നമുക്ക് ഓർമ്മയുണ്ട്, ആ രാത്രി അത്രമേൽ ഏതാണ്ട് ഒരു 7:30 മണിയോടടുപ്പിച്ചാണ് ആ വാർത്ത നമ്മളിലേക്ക് എല്ലാവരിലേക്കും എത്തുന്നത്. വലിയ ഗുരുതരമായ പരിക്കേറ്റിട്ടാണ് ഉമാ തോമസിനെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എത്രയോ ദിവസം ഉമാ തോമസ് ഒന്ന് സംസാരിക്കുന്നുണ്ടോ, ഒന്ന് കൈയനക്കുന്നുണ്ടോ എന്ന് നോക്കി നമ്മളെല്ലാവരും കാത്തുനിന്നാണ്. ശേഷം വീട്ടിലേക്ക് മടങ്ങുകയുമാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ആരോഗ്യാവസ്ഥ, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഡോക്ടർമാർ നൽകിയിട്ടുള്ളത്? മധു, ഡിസംബർ മാസം 29-ാം തീയതി വൈകുന്നേരമാണ്, ഏതാണ്ട് ഒരു 6 മണി 6:30 ആ സമയമാകുമ്പോഴാണ് ഈ അപകട വാർത്ത പുറത്തേക്ക് വരുന്നത്. പിന്നീട് ഉമാ തോമസ് MLA കൊച്ചിയിലെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ തന്നെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു വീഴ്ചയുടെ ആഘാതമൊക്കെ നമ്മൾ കണ്ടതാണ്. ഗുരുതരമായി പരിക്കേറ്റിരുന്നു, രക്തം വാർന്ന നിലയിലായിരുന്നു. പിന്നീട് വെന്റിലേറ്ററിൽ അവിടെ നിന്ന് ICUവിലേക്ക് മാറ്റുന്നു, അവിടെ നിന്ന് മുറിയിലേക്ക് മാറ്റുകയും ഇതാ ഇപ്പോൾ ഏതാണ്ട് ഒരു 40 ദിവസത്തിലധികം നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് ഉമാ തോമസ് MLA ആശുപത്രി വിടുന്നു എന്ന വാർത്ത വരുന്നത്. നാളെ വൈകുന്നേരമായിരിക്കും കൊച്ചി റീനയെ ആശുപത്രിയിൽ നിന്ന് അവർ വീട്ടിലേക്ക് മടങ്ങുന്നത്. ഇത് സംബന്ധിച്ച് 5 മണിയൊക്കെ ആകുമ്പോൾ മാധ്യമങ്ങളെ കൂടി കണ്ട ശേഷമായിരിക്കും ഉമാ തോമസ് MLA വീട്ടിലേക്ക് മടങ്ങുക എന്നതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സകൾ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു. കണ്ണുമായി ബന്ധപ്പെട്ട് കണ്ണ് തുറക്കുന്നതിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ഒരു സ്റ്റിച്ചിട്ടതുമായി ബന്ധപ്പെട്ടൊക്കെ. അതൊക്കെ ഏതാണ്ട് പൂർണ്ണമായും ഭേദമായിട്ടുണ്ട്. ഫിസിയോതെറാപ്പി അടക്കമുള്ള ചില ചികിത്സകൾ ഇനിയും തുടരേണ്ടതുണ്ട്. അത് വീട്ടിൽ നിന്ന് തുടരാൻ കഴിയുന്നൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ ആശ്വാസകരമായ വാർത്തയാണ്. കാരണം ഈ 15 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് കോൺക്രീറ്റ് സ്ലാബിന് മുകളിലേക്ക് MLA വീഴുന്ന ദൃശ്യങ്ങളടക്കം കണ്ടപ്പോൾ ഞെട്ടൽ, അത് എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ അത്രമേൽ പേടിപ്പിക്കുന്നതായിരുന്നു. ആ സംഘാടകരുടെ ഗുരുതര വീഴ്ചയൊക്കെ പിന്നീട് വലിയ ചർച്ചയായതാണ്. കേസടക്കം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഏതാണ്ട് 1.5 മാസത്തോളം കഴിയുമ്പോൾ ഉമാ തോമസ് MLA റീനയെ ആശുപത്രി വിടുകയാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് മാധ്യമങ്ങളെ കൂടി കണ്ട ശേഷമായിരിക്കും അവർ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരിക. റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.